മുത്തപ്പനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മ? ശ്രദ്ധിക്കാണ മോനെ, എന്റെ കോളേജിൽ റീയൂണിയനാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. നോക്ക്, ഇതാണ് എന്റെ കോളേജ്. ഞാൻ 5-6 കൊല്ലം പഠിച്ച കോളേജ്. 5 6 അല്ലടാ, 5 6 11 കൊല്ലം. എന്റെ അണ്ണ എന്തിനാ ഇത്രയും കൊല്ലം പഠിച്ചത്? അണ്ണനെ തോക്ക് കാണിച്ചിട്ട് ഡിഗ്രി വേഗം മേടിക്കുന്നില്ലേ? ഇടാ പൊട്ട, അണ്ണന്റെ കയ്യിൽ ഈ തോക്കില്ലല്ല. നീ വാടാ, ഞാൻ ഈ ക്യാമ്പസ് നിന്നെ കാണിച്ചത്. ഇത് നമ്മുടെ ഫിസിയോ ലാബ്. രക്തത്തിന്റെ മണാരന്റെ സ്ഥലം. ഓഹോ, അപ്പോൾ അണ്ണൻ ആരും വെട്ടിയ സ്ഥലം അല്ല, അതുക്ക് മേല. ആരും വെടിവെച്ച സ്ഥലം അല്ല, അതുക്ക് മേല. അപ്പോൾ അണ്ണൻ ആരെയും പള്ളക്ക് കുത്തിയ സ്ഥലം അതുക്ക് മേലടാ. ഓ, പള്ളക്ക് മേലെന്ന് പറയുമ്പോ അണ്ണൻ ചെസ്റ്റിൽ കുത്തിയ ഉണ്ടാക്കാൻ സൂചി കൊണ്ട് കായ് കുത്തിയ സ്ഥലം. ഒരു വിരൽ കുത്തിയിട്ട് കിട്ടാതായി എല്ലാ വിരലും കുത്തി 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 രക്തം എടുത്ത സ്ഥലം. ഓ, അത് ശരി, വെറുതെ കുറെ വെള്ളം കൊടുത്തു. ഈയിടെ രാത്രി കുറെ ശബ്ദങ്ങൾ കേൾക്കും, തവള കരണ മാതിരി. നമ്മ പഴയ കാലത്ത് ഇവിടെ കുറെ തവളകളെ കൊന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. ഓ, ബ്രില്യന്റ്. ഇവിടെ എന്താണ് ഒരു നാറ്റം? അത് ബയോകെമിസ്ട്രി ലാബാണ് അമ്പാൻ. ആടെ കുറച്ച് സ്മെൽ കാണും. പിന്നെ ഈയിടെ കുറെ സൈക്കിൾ ഉണ്ടായിരുന്നു. ക്രബ് സൈക്കിൾ, ഗ്ലൂക്കോസ് സൈക്കിൾ, അമിനോ ആസിഡ് സൈക്കിൾ, അതിന് പുറമെ ഈ സൈക്കിളും. ഹെർക്കുലീസ് കമ്പനിക്ക് പോലും കാണില്ല ഇത്ര സൈക്കിൾ. അണ്ണ, സ്മെല്ലടിച്ചപ്പോ എനിക്ക് ചെറിയൊരു ശബ്ദ. ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം. അമ്പാൻ, ആടെ ഒഴിച്ച് വേസ്റ്റ് ആക്കരുത്. ഈ ഭാഗത്ത് യൂറിനൊക്കെ പൊന്നിന്റെ ബലയാണ്. മോനെ, ആടെ വെച്ചിരിക്കുന്ന ആ ബക്കറ്റിൽ ഒഴിക്കും. ഓക്കെ അണ്ണ. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒഴിച്ച മൂത്രവും തിരിച്ചെടുക്കാനാവില്ല. അമ്പാൻ, ബാഗ് ബാ, ദൈവം ഇറങ്ങിയിട്ടുണ്ട്. അമ്പാൻ, എവിടെ നിന്നാണ് അനാട്ടമി പഠിച്ചത്? വേർ ഡെഡ് ടീച്ചേഴ്സ് ദ മീനിങ്. എന്ന് വെച്ചാ ചത്ത് പഠിച്ച ജീവിച്ചു പോകാം. അണ്ണ, അവിടെ എന്തൊരു പുക വരുന്നുണ്ടല്ലോ. കോളേജിൽ തീ പിടിച്ചോ? തീയല്ല അമ്പാൻ, അത് പത്തോളജി ലാബാണ്. ആടത്തെ ചിമ്മിനിന്ന് ഇടയ്ക്ക് പുകയൊക്കെ പാടും. അമ്പാനെ, അത് ഓഫാക്കാൻ പറ. അതൊക്കെ ഒരു കാലം. ഈടെ നിന്ന് കഴിച്ച ബീട്രൂട്ടിന്റെ വിറ്റാമിനുകൾ കൊണ്ടാണ് നായ്പ പിടിച്ചു നിൽക്കുന്നത്. എന്താണ് അണ്ണനൊരു ഇളക്കം? എന്താണ്? എന്താണോ എന്റെ ചെവി അടിച്ചു പോയല്ലോ? അത് ആരും കേൾക്കുന്നുണ്ടാ. ചെന്നൈ
ചോലകൾ ചിന്താരകൾ സൂക്കണതോ മതയാനകൾ നാവുകരിങ്കുലി കരിവാഴണ കാനനമോ. ആരാ? ഞാൻ രംഗ. ഇത് എന്റെ ഫ്രണ്ട് അമ്പാൻ. എന്റെ മനക്കലേക്ക് സ്വാഗതം. വളരെ കാലങ്ങൾക്ക് ശേഷം അലക്കുകളിൽ തലക്കിട്ടേച്ച വെള്ളയും ഇട്ട ഒരു അതിഥി വന്ന മഹത്തായ സുദിനം. ഇവിടെ പണ്ട് ടീറ്റികളായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ TT ഹാളല്ല, പോറ്റി ഹാൾ. ഏത് ഈ പോട്ടിയോ? പോറ്റിയല്ല പട്ടി, പോറ്റി. നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ആരാ? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ട്. നാളെയും ഇവിടെ തന്നെ ഉണ്ടാകും. പപ്പേട്ടൻ? അല്ല, ബസ്സിലെ ലാസറേട്ടൻ? നിനക്ക് 2 പ്രാവശ്യം ഉത്തരം തെറ്റിക്കാൻ അനുവാദം ഇല്ല. ഇവിടെ 5-6 പ്രാവശ്യം ഒരു സബ്ജക്ട് പൊട്ടിയിരിക്കണം. എന്നാ ഉത്തരം? ഓ, കുറെ ദൂരത്തുനിന്ന് വരികയല്ലേ? വിശക്കുന്നുണ്ടെങ്കിൽ അമ്മായിയുടെ ഊണ് വെക്കാം. വായിക്കുന്നുണ്ടോ? എങ്കിലും മാത്രേട്ടന്റെ ലെമൺ ജ്യൂസ് എടുത്താലോ? യാതൊരു ಗೊತ್ತಿಲ್ಲ. കാലത്തിലെ കാര്യങ്ങൾ കറക്റ്റായി എഴുതുക. ചോദിച്ചു നോക്കണ്ട, ഒരു ക്ലൂ തരാൻ പറ. നീ ആരെന്ന് എനിക്ക് മനസ്സിലാണില്ല. ഒരു ക്ലൂ തരൂ. തരാലോ. എന്നെ ഈ പകിട കളിയിൽ തോൽപ്പിച്ചാൽ ക്ലൂ തരാം. പക്ഷേ കളിക്കണമെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളോ ആളുകളോ പണയം വെക്കണം. എന്താ പറ്റുമോ? കളിക്കാനാ റെഡി. ആദ്യം അമ്മാനെ പണയം വെക്കാം. ഇനി മുതൽ നിന്റെ അമ്പാൻ എന്റെ അടിമ. എനിക്ക് ഏതൊരു ഫ്രണ്ടുണ്ട്. നാ വിളിച്ചാ പറന്നു വരും. ഫ്ലൈറ്റ് ചാർജ് ചെയ്തിട്ടാണല്ലോ മാറും. ജോണി Johnny money, Johnny, you are my gunning money. Johnny money, Johnny, so why you won't flex some money? അപ്പോ നിന്റെ ജോണി മോനും എന്റെ അടിമ. ഈ പണയം വെക്കാനുള്ള വരിയായി പോന്നോട്ടെ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പൊ സന്തോഷായല്ലോ. നല്ല വിശപ്പുണ്ട്. ഇയാളുടെ കയ്യിൽ കഴിക്കാൻ എന്താ ഉള്ളത്? ആവശ്യം വാങ്ങിയ ചിക്കൻ ഫ്രൈ ഉണ്ട്. അസലായി. എന്റെ ഫേവറേറ്റ്. ഇങ്ങോട്ട് തരൂ. അണ്ണാ, പോറ്റി ചാത്തലായി തോന്നുന്നു. നമ്മൾ ട്രാപ്പായി. അതാ ആദ്യം പണ്ടാർന്ന TMJ റിസൾട്ട് ഉണ്ടായതാ. അത് ശരിയാക്കാൻ അവൻ പറഞ്ഞു. TM ജോയിന്റ് ഡിസ്ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. എന്റെ അടിമകളെ ഒക്കെ ഞാൻ വെറുതെ വിടാം. അത് പോരള പൊട്ടി. നിങ്ങൾ ആറത് ഇതുകൂടെ പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുമാമൻ പോയി. എനിക്ക് അലക്കാനുള്ള സമയമായി. ഞാൻ പോട്ടെ. എന്റെ അലക്കകല്ലുകൾ എവിടെ? ഓ, ഇപ്പൊ മനസ്സിലായി. മാമൻ മാമൻ
നമ്മളെ കൂടെ ഇരുന്ന് പകിട കളിച്ചു. ചിക്കനും തിരിഞ്ഞ് ചാത്തൻ കളിച്ച് നടക്കുന്ന ഈ പോറ്റി ആരാണെന്ന് അമ്പാണ് മനസ്സിലായോ? TMCയിലും നമ്മുടെ കൂടെ MBBS പഠിച്ച് ഇവിടെ തന്നെ PGയും ചെയ്ത് ഇവിടെ തന്നെ ജോലിക്ക് കയറി ഇവിടെ തന്നെ സ്ഥലം വാങ്ങി ഇവിടെ തന്നെ വീടും വെച്ച the one and only medicine wing commander Captain Major Jitin Thomas John. ഹലോ, ഓടിവാ കണ്ണ, ചാടിവാ മുന്നേ, ഇറങ്ങ ആളെ കഴിവേറി. ഇത് ആര്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ജോർജ് സാറാടാ, ജോബി ജോർജ്. നീ പണ്ട് ഫിസിയോളജി ലാബിൽ കൈകുത്തി കുറെ ചോര വീട്ടിയില്ലേ? അത് എന്റെ ചോരയാടാ, ഈ കയ്യിലത്തെ ചോര. അന്ന് നീ ആ ചോര കണ്ട് കുറെ ചിരിച്ചു, മറന്നോ നീ? അന്ന് തിരികെടാ ഈ കൈ. എന്റെ ഷട്ടിൽ ബട്ടൺസ് ഒക്കെ പോയല്ലോ. അത് പണ്ട് ഇവിടെ ഒരു പൂരത്തിന് പോയപ്പോ കിട്ടിയ ചെറിയ പണിയാളാ. ചില വലപ്പൊക്കെ മനസ്സിലായോടാ അമ്പാൻ കഴിവേറി. നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ? പിള്ളേരൊക്കെ ഇപ്പൊ എത്തും. അവരൊന്ന് കാണണം, രണ്ടെണ്ണം അടിക്കണം. അതിന് ശേഷം ഡാൻസ്. കാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാൻ, കൊണ്ടുവാൻ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാൻ, കൊണ്ടുവാൻ. കാട്ടാവരാതമേ, നിന്റെ ഡാൻസ് ഒന്ന് നിർത്തടാ. നീ ഈ ഡാൻസ് കളിച്ചാൽ നിന്നെ കൊണ്ട് ICH ബീട്രൂട്ട് ഷേക്ക് കുടിപ്പിക്കും. അല്ല, റീയൂണിയന്റെ മെയിൻ ആൾക്കാരൊക്കെ എവിടെ? ഫണ്ട് റെഡി ചെയ്യോ? ദുബായിൽ നിന്നും ഫണ്ടുമായി ഏതോ ഒരു മണവാളം വരുന്നെന്ന് പറഞ്ഞല്ലോ. ഏതവനാടാ അവൻ? നീയായിരുന്നു ദുബായിൽ നിന്നുള്ള മണവാളം? അതെ, പണം അതെനിക്കൊരു പ്രശ്നമല്ല. ഇത് ഏതാണ് കളർ? ബ്ലൂ. അപ്പോ ഇത് ഡാൻസ് കളിക്കുമ്പോൾ ഇടാറുള്ള ക്ലാസിക്കൽ എക്സ്പ്രഷൻ അല്ലേ? അല്ല, ഇത് കോഡ് ബ്ലൂ. ദുബായിലെ എല്ലാ കോഡ് ബ്ലൂ കേസുകൾക്കും ഇടം കൈ കൊണ്ട് CPR കൊടുക്കുന്നവരാണ് ഞാൻ. രണ്ട് കൈ കൊണ്ടല്ലടാ നാറി CPR കൊടുക്കുന്നത്. വലത് കൈ കൊണ്ട് ഞാനിപ്പോൾ അട്രോപ്പിന് അഡ്രാമിയും കൊടുക്കും. എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നാണ് പേഷ്യന്റിന്റെ നിർബന്ധം. സാറിന്റെ പേഷ്യന്റിന്റെ ഭാഗ്യം. സോറി, എന്റെ പേഷ്യന്റിൽ ആരും രക്ഷപ്പെടാറില്ല. ഉസാമ ബിൻ ഖാലിൻ എന്നാണ് അവിടുത്തെ വിളിപ്പേര്. എന്റെ സീനിയർക്കും അതേ പേര് തന്നെയായിരുന്നു. ഉസാമ ബിൻ ഖാലിൻ അൽ കോഫിൻ ബിൻ പർലോ. ബൈ ദ വേ, എന്താ പേര്? അമ്പാൻ. നല്ല പേര്. As soon as it is possible, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണം, എന്റെ കയ്യിൽ ആവശ്യത്തിന് അധികമുള്ളതും പണം. ഇതൊക്കെ ദുബായിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഇതാ നിന്റെ 3D ഫൈനാൻസിന്റെ മിക്സഡ് ഡാൻസ് മാസ്റ്റർ. മാസ്റ്റർ? ഇയാൾ മാസ്റ്ററാണെന്ന് ആര് പറഞ്ഞു? ഇയാൾ തന്നെ പറഞ്ഞു. ഒടുവിൽ മടങ്ങി വന്നല്ലേ? ഇത് ഞാൻ എന്റെ മിക്സഡ് ഡാൻസ് ടീമിന് കൊടുത്ത വാക്കാ. ഇയാളെ കാണുമ്പോൾ കടം തല്ലി പൊളിക്കുന്നു. എന്താ പ്രശ്നം? പണ്ട് ഫൈനാൻസിൽ ഹിപ്പോ പഠിപ്പിക്കാൻ വന്ന് കണ്ടംപററി പഠിപ്പിച്ച് കടന്നു കളഞ്ഞ ദുഷ്ടൻ എന്നിട്ടിപ്പോൾ മടങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയോ, 3rd year കഴിഞ്ഞ് ഹിപ്ഹോപ്പ് ഡാൻസ് കളിക്കണം എന്ന് ഞാൻ വാശി പിടിച്ച് കറിയുമ്പോൾ ഹിപ്പിന്റെ എക്സ്റേ കാണിച്ച് എന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. എന്റെ പൊന്നു ഫ്രണ്ട്സ്, ഇനി എനിക്ക് ഇറങ്ങി പോടാ. അപ്പൊ ഫണ്ട് അങ്ങനെ റെഡിയായി. ഇനി പരിപാടിയൊക്കെ നടത്തിയാ പോരെ? എവിടെ മെയിൻ ആൾക്കാരൊക്കെ എവിടെ? എടാ, ഈ പരിപാടി നടത്താൻ നമ്മുടെ JK ഏറ്റിട്ടുണ്ടെങ്കിൽ അവൻ അത് കളറായി എന്നെ നടത്തും. ഒരു വേനൽ പുഴയിൽ തിരിനീരിൽ പുലരി തിളങ്ങി മോഹം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി. എടാ JK, എല്ലാം സെറ്റല്ലേ? പരിപാടി തുടങ്ങല്ലേ? ഇല്ല, പ്രോഗ്രാം എല്ലാം ആങ്കറിങ് സെറ്റ് ആയിട്ടില്ല. ആ ചിക്കുവിനാണെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല.
ഫുഡിന്റെ കാര്യം എന്തായി? അമ്മായിയല്ലേ ഏൽപ്പിച്ചത്? ജെമിനിയാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. അവളോട് തന്നെ ചോദിക്കാം. ജെമിനി ആരാ? ബാച്ചിൽ മെയിൻ കുക്കാണോ? അല്ലടാ, ഗൂഗിൾ ജെമിനി. ഹായ് ജെമിനി, വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് അവർ റിയൂണിയൻ ഫുഡ്? അമ്മായിക്ക് വയ്യ. പനിയും ശ്വാസം മുട്ടലും ഉള്ളതുകൊണ്ട് അടുക്കളയിലെ പണികൾ ചെയ്യാൻ അവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടാണ്. പിന്നെ വിജയൻ ചേട്ടൻ സ്ഥലത്തില്ല. പുള്ളി ക്രിക്കറ്റ് കളിയിലാണ്. കളി കഴിഞ്ഞു വന്നാലേ ജോലി തുടങ്ങാൻ പറ്റൂ. ഇതെന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? ടൈപ്പ് ചെയ്ത് നോക്കാം. ഫുഡിന്റെ സ്റ്റാറ്റസ് എന്താ? കിട്ടുമോ? സിമ്പിളായി മനസ്സിലാകുന്ന രീതിയിൽ പറ. Okay, do you want me to summarize the status of reunion food in simple and creative way? Yes, yes. അപ്പൊ ഇനി എന്താ പ്ലാൻ? ഇന്റർനാഷണലി അക്ലൈം BC ഷെഫ് തൃശൂർ ടൗണിലുണ്ട്. റീയൂണിയന് വരും. ഓക്കെ ആണോ? നമ്മുടെ ഷബീബ് മൂസാക്ക. ഓ, അവൻ ഇത്രയ്ക്ക് ഫേമസ് ആണോ? അതേടാ, നമ്മുടെ ആ പഴയ കളിക്കൂട്ടുകാരൻ. റോമിംഗ് ആണ്, നല്ല ഇന്റർനാഷണൽ റോമിംഗ്. തിരൂരിൽ അവൻ തിരക്കുള്ള നാടിരോഗ വിദഗ്ധൻ നാടി മൂസ. മലപ്പുറത്തും കോഴിക്കോടും ഒരേ സമയം രോഗികളെ നോക്കുമ്പോൾ അവൻ കുമ്പിടി മൂസ. ദുബായിൽ അറബികൾക്ക് മരവിപ്പിനുള്ള മരുന്നും മരിപ്പിനുള്ള അൽഫാമും സപ്ലൈ ചെയ്യുന്ന ഡോക്ടർ ബിൻ ഷെഫ് മൂസ. വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഫിസിയോ ആയി പോയി നെയ്മറിനെയും വിനീഷ്യസിനെയും ഇഞ്ചറി ട്രീറ്റ് ചെയ്യുന്ന അവന്റെ പേര് കാനറി മൂസ. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ട് നമ്മുടെ ഷബീബിന്. കാലുളുക്കിയോടി വന്നൊരു മുട്ടുവെട്ടി ശക്തി വന്നൊരു മുട്ടു കേറിയാടി ഇതുവഴിവാ. കൈപ്പ് കഴപ്പ് മടമ്പു വേദന ഇടുപ്പ് മുട്ട് തോലുവേദന സന്ധിവാദമുള്ളു ഇതുവഴിവാ. നടുവേദന മാറ്റിയിടും കൈ കുഴച്ചു തീർത്തിടും മരവിപ്പ് മറപ്പിക്കും ദൈവമാണ് തെറിപ്പിക്കും. തിരൂര് വന്നാലും കോട്ടത്തിൽ ഇന്നില്ല, കോഴിക്കോടുണ്ടേലും കൊയിലാണ്ടിൽ famous Dr. Musa, I'll treat you like an angel. You really need a diagnosis from me. Come and meet me now, my famous cocktail drugs, and treat until you finally. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നതാ? പാലാക്കിന്റെ അവലും കഞ്ഞി. ഫുഡ് എന്തായി? ആ ഫുഡ് നമുക്ക് അവലും കഞ്ഞിനാക്കിയാലോ ചേക്കെ? മൂസേ, ചതിക്കരുത്. എന്തെങ്കിലും വഴി ഉണ്ടാവണം. അത് പേടിക്കണം. ഫുഡിന്റെ കാര്യം വിട് ചേക്കെ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പൊ എല്ലാരും റെഡിയല്ലേ? എന്നാ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയാലോ? കേരളത്തിലെ പിള്ളേരെ അറിയില്ല. ഇനി കണ്ടോ, കളിയുടെ അടിയുടെ ഇടിയുടെ വെടി പൂരം. അപ്പൊ എല്ലാരും പോന്നോണ്ടിട്ടാ, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ കപ്പയും പോയിന്റ് അത്ര പോരല്ല ചായയിലെ.
ഫുഡൊക്കെ ഉഷാറായി. ഇനി വേഗം പ്രോഗ്രാം തുടങ്ങാം. പരിപാടി തുടങ്ങാൻ ആങ്കർ ചിക്കു വരണ്ടേ? ഞാൻ വന്നപ്പോ മുതൽ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. പ്രോഗ്രാമിസ്റ്റ് അവളുടെ കയ്യില. അവൾ മുങ്ങിയെന്നാ തോന്നുന്നു. സിക്കുവിനെ എനക്കറിയാം, ആത്മാർത്ഥമുള്ള കുട്ടിയാ. എവിടെ മാറിയിരുന്ന് റിഹേഴ്സൽ ചെയ്യുമായിരുന്നു. ഈ ക്യാമ്പസിൽ എവിടെ പോയി റിഹേഴ്സൽ ചെയ്താലും അവളുടെ സൗണ്ട് ഇവിടെ കേൾക്കണതല്ലേ. ഇത് മുങ്ങിയതാ. അല്ല, നമ്മുടെ റീയൂണിയന്റെ പേരെന്തായിരുന്നു? ഈ ടെൻഷനിൽ ഞാൻ ആകെ മറന്നു. റീയൂണിയന്റെ പേര് മൂസയുടെ ചിക്കൻ കലക്കി. ഇനി മുതൽ മൂസന്റെ അടിമ എന്നും അവന്റെ ചിക്കൻ കഴിച്ചു പറയണം. ഇത് ചാത്തൻ കുടുംബാമൻ കൂട്ടി ക്യാമ്പസിന്റെ കാവൽക്കാരൻ. സൂക്ഷിച്ചു നിൽക്കണ, ഇല്ലെങ്കിൽ അടിമയാവേണ്ടി വരും. നീ ഏതാ മനയിലെ പുതിയ അപരാധം? ഞാൻ ഡിസ്റ്റൻസ് റീയൂണിയൻ കോർഡിനേറ്റർ. റീയൂണിയൻ നടത്തണം, പോണം. എവിടെ ഞങ്ങൾ ആങ്കർ ചിക്കു? ചിക്കുവിനെ ഞാൻ പൂട്ടി. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇനി ഇന്ന് ഇവിടെ വച്ച് ബഹളമൊന്നും പാടില്ല. അതുകൊണ്ട് ചിക്കുവിനെ നാളെ തുറന്നുവിടാം. എനിക്കിത് റീയൂണിയൻ നടത്താൻ പറ്റില്ല. നീ ഏത് ജന്മിയോ അന്യനോ ആണെങ്കിലും ഇന്ന് റീയൂണിയൻ നടത്താൻ അനുവാദമില്ല. നിന്നെ കണ്ടിട്ട് തന്നെ ഒരു അപലക്ഷണം വിളിച്ചവനെ പോലെ ഉണ്ടല്ലോ. അമ്മേ, അത് ജെമിനി സജസ്റ്റ് ഹെയർ സ്റ്റൈലിന്റെ കുഴപ്പമോ? ഞാനറിയാൻ കോഴ്സസ് നടത്താതെ ചിക്കുവിനെ വിളിക്ക്. ഇവൻ ചില്ലറക്കാരനല്ല, കയ്യിൽ പവർഫുൾ ടൂളുകളുണ്ട്. സാറിന്റെ ചാത്തൻ കളിയൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. വേഗം ചിക്കുവിനെ വിളിക്കാം. ചിക്കു ചിക്കു വരട്ടെ, ചിക്കു വരട്ടെ. വഞ്ചകി ചതിച്ചി, നീ എവിടെ പോയി കിടക്കുവായിരുന്നടി? നീ കൂടുതൽ വൈകിട്ടാവണം. സോ ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. ഡാൻസും പാട്ടും ഇംപോസിബിൾ. എന്നൊക്കെ എന്നെ വിളിക്കാൻ നീ ആരാ? ഞാനാരാണെന്നോ? 2025 ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. കുറ്റിപ്പുറം CSC ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്റെ മെസ്സേജ്, ബാച്ച് യൂണിയൻ നടത്തണ്ടേ, നീ ഓർഗനൈസ് ചെയ്യണമെന്ന്. അന്ന് ഫ്ലാഗിനെ സാക്ഷിയാക്കിയതിന്റെ കോർഡിനേറ്ററായി മടിച്ചിരുന്ന ബാച്ച്മേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നീ ബാച്ച് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടായിരുന്നു നിർബന്ധിച്ചപ്പോൾ ഇടയ്ക്ക് അങ്കിളാടി പിള്ളേർക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ പോയി പരിചയം മാത്രമുള്ള ജെമിനി പഠിച്ച് ഇംഗ്ലീഷിൽ മെസ്സേജ് ഇടാൻ തുടങ്ങി. ഈ യൂണിയൻ അന്ന് നിങ്ങൾക്കിടാനുള്ള ഡ്രസ്സിനും ചാർജിനും പൊക്കിനും ക്യൂട്ടക്സിനും എല്ലാം ഫണ്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞപ്പോ കോപ്പറേറ്റീവ് ബാങ്ക് കയറി ബാച്ച് ഫണ്ട് റെഡിയാക്കി ഈ ജെമിനി ജേക്കെ നോക്കി നീ ആരാ എന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? ഇവളെയൊക്കെ കരണക്കുട്ടി നോക്കേണ്ട. ഇവളൊക്കെ എങ്ങനെ ശിക്ഷിക്കണം തീരുമാനിക്കുന്ന അധികാരം ജെമിനിക്ക് മാത്രം. അതെ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ക്രാഷ് കോഴ്സ് പഠിച്ച് ജെമിനി ജേക്കെ ആയത്. വേറെ നല്ല അപ്പൊ ഒന്നും കിട്ടില്ല. അമ്മ എന്ന് വിളിച്ച വാക്കുകൊണ്ട് വേറൊന്നും പഠിപ്പിക്കല്ലേ. നിങ്ങൾ തമ്മിൽ റീയൂണിയന്റെ കാര്യം ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതിന് തെളിവുണ്ടോ? ഉണ്ട്, വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ഉണ്ട്. സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അത് മതി, അത് മതി. അയ്യോ, എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയി. പെട്ടെന്ന് ഡിസ്പ്ലേ പ്രോബ്ലം. ചാർജ് നോക്ക്, ചാർജ് നോക്ക്. ഞാനിട്ട് തംസപ്പ് മെയിൻ സ്റ്റിക്കർ മാറിയിട്ടില്ല. ഈ ഉടായ്പ ഒന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, നിനക്ക് ആങ്കർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. ആ പ്രോഗ്രാം ലിസ്റ്റിംഗ് എന്താ? ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് പ്രോഗ്രാം നടത്തിക്കോളാം. പറയുന്നുണ്ടല്ലോ, എന്താ റീയൂണിയന്റെ പേര്? റീയൂണിയന്റെ പേര് അതെന്താ തന്നെ റീയൂണിയന്റെ പേരില്ലേ? അതല്ല, സ്വന്തം റീയൂണിയന്റെ പേര് പറഞ്ഞാൽ നടത്തുവാനുള്ള അനുവാദം തേടി വരുന്ന ഒരു കോർഡിനേറ്ററുടെ അവസ്ഥ. ലോകത്ത് ഒരു കോർഡിനേറ്റർക്ക് ഈ ഗതി വരുത്തരുത് എന്റെ റീയൂണിയൻ സ്റ്റോറികളെ. അണ്ണ, മനുഷ്യരിവിടെ തീ തിന്നോണ്ട് നിൽക്കുമ്പോ അപ്പൊ റീയൂണിയന്റെ പേര് പറഞ്ഞ പ്രോഗ്രാം ലിസ്റ്റ് തരും. അത് മാത്രമല്ല, ഇന്ന് രാത്രി മുതൽ റീയൂണിയൻ നടത്താം. നോ റെസ്ട്രിക്ഷൻ. ഓക്കെ, എന്നാ കേട്ടോ, റീയൂണിയന്റെ പേര് റീപ്ലേ. റീപ്ലേയോ? ശരിയായ പേര് പറ. ശരിയായ പേര് റീമിക്സ്. റീമിക്സാ? അങ്ങനെ ആരെങ്കിലും റീയൂണിയന് പേരിടുവോ? കിട്ടുന്ന ചന്ദ്ര
കേട്ടോ, ഞാൻ എന്റെ സേവ് ഡേറ്റിലിട്ട പേര് അൺപ്ലഗ് എന്നായിരുന്നു. ആ എനിക്കറിയാം, വെച്ചിരിക്കുന്ന പേര് ഭാഷപ്പതല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇനി ഇതിനൊരു അവസരം കൊടുക്കണ്ട. തിരിച്ച് പുറത്താക്ക്. വേണ്ട പോയി, ഇതിനെ കൊണ്ട് ഞാൻ പറയിക്കാം. റിയൂണിയന്റെ ശരിയായ പേര് വേണം. പറഞ്ഞ ഇനി വരുന്ന എല്ലാ റിയൂണിയും നീ തന്നെ നടത്തിക്കൂ. റിയൂണിയന്റെ പേര് പറയണ. റിയൂണിയന്റെ പേര് നീ പണ്ട് ഇതിനെ കുറെ പാട നിർന്നില്ലേ? ഒരു വേടപ്പുഴ, ആ പുഴ, കഴുത, മരക്കഴുത. ഞാനിവിടെ ഏതെങ്കിലും പുഴയെ കൊണ്ട് കുത്തി കൊന്നിട്ട് വരാൻ പോറ്റി. നിങ്ങളെ റീയൂണിയന് പേരിട്ട ആളുണ്ടാവില്ലേ? അവരെ വിളിക്കേ. സാധാരണ ഞങ്ങളുടെ പരിപാടികൾക്ക് പേര് This is our first reunion after 10 long years, and it's named Relive 26, Listers 28 Reconnect. ഞാൻ പറഞ്ഞില്ലേ റിയാണെന്ന്. Relive 26 ആഘോഷങ്ങൾ ആരംഭിക്കട്ടെ. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي മോനെ കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകും. അണ്ണാ, സ്പൂഫില് മമ്മൂട്ടി കഥാപാത്രങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ദൈവം ഇപ്രാവശ്യം മമ്മൂട്ടിയുടെ റീസെന്റ് മാസ്റ്റർ പീസ് പോറ്റിയായിട്ടാണല്ലോ എത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ പെർഫോമൻസ് എങ്ങനെ കാണുന്നു? പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് അമേസിംഗ്, റിയലി റിയലി അമേസിംഗ്, അമേസിംഗ്. ആറാട്ടണ്ണ സ്പൂഫ് കണ്ടോ, എങ്ങനെയുണ്ട്? സ്പൂഫ് സൂപ്പറാണ്. ലിസ്റ്റേഴ്സ് 28 കംബാക്ക് സ്പൂഫാണ്. അവരുടെ യൂഷ്വൽ ഓൺ സ്റ്റേജ് ഡബിംഗ് മാറ്റി പ്രീ റെക്കോർഡ് ഡബിംഗ് ആൻഡ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ആക്ടേഴ്സ് എങ്ങനെയുണ്ട്? പുതിയവരെല്ലാം നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് കുറച്ച് ഗേൾസ് സ്പൂഫിന് ആക്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതി PS, ചിക്കു, രേഷ്മ. എടുത്തു പറയേണ്ട പുതിയ ആക്ടർ മണവാളായിട്ട് അഭിനയിച്ച അർഷദാണ്. അർഷദ ലുക്കിൽ ഭയങ്കര സെക്സിയായിരുന്നു. ലേഡി ഫാൻസ് എന്തായാലും കിട്ടും. ആക്ട്രസുകളെ പറ്റി പറയുമ്പോൾ ചിക്കു നല്ല ബോൾഡ് ആൻഡ് എനർജറ്റിക് ആണ്. ചിക്കുവിന് നല്ല ഭാവിയുണ്ട്. ചിക്കുവിനെ നല്ല സിസ്റ്ററായി ഞാൻ കാണുന്നു. ഇൻസ്റ്റയിൽ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. Hi all, this is Cock. കുഴിയുഗം Listers 28. കുഴി രാജാക്കന്മാരുടെ കംബാക്ക് സ്പൂഫ്. After 10 long years, Kings of Spoof are coming out of retirement. എന്തൊക്കെയായിരുന്നു പ്രൊമോ വീഡിയോയിലെ തള്ളൽ? ഹൈ ലെവൽ ഹൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ. എന്തായാലും
റിട്ടയർമെന്റിൽ നിന്ന് തിരിച്ചു വന്നവർ എന്നേക്കുമായി വീണ്ടും റിട്ടയർ ആയി RIP ആകാനുള്ള സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഡയറക്ടർ കം ചീഫ് എഡിറ്റർ ആസ് യൂഷ്വൽ ഓംകാർനാഥ് P ഏലിയാസ് OP. എന്തായാലും OPയുടെ സ്പൂഫ് നേരിട്ട് കണ്ട പലരും പല ആശുപത്രിയിലും IP ആകേണ്ടി വന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ലിസ്റ്റേഴ്സ്, കുഴി ടീം, അവതാരങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ കാട്ടവരാതം എഴുതിയതെന്നാണ് മനസ്സിലായത്. കോമഡി നമ്പേഴ്സ് വരുത്താൻ എല്ലാവരും കൂടി കോഴിക്കോട് രാവീസ് കടവിൽ റൂമെടുത്ത് ചാലിയാർപ്പുഴയുടെ തീരത്തിരുന്ന് വൈബുണ്ടാക്കി സ്ക്രിപ്റ്റ് എഴുതിയെന്നാണ് പ്രീ പ്രൊഡക്ഷൻ ഇന്റർവ്യൂവിൽ ആരോ തള്ളി മറിച്ചത്. ചാലിയാർപ്പുഴ മാറിപ്പോയി ചളിയാർപ്പുഴയുടെ തീരത്താണ് എല്ലാരും കൂടി പോയി ഇരുന്നതെന്ന് തോന്നുന്നു. സ്പൂഫ് കണ്ടവർക്ക് മനസ്സിലാവും. ലീഡ് റോൾസ് ഡൺ ബൈ ഫിലിപ്സൺ, ലിസ്റ്റേഴ്സ്, കുഴി രാജാവ് ആസ് രംഗണ്ണൻ വിത്ത് നവനീത്, ദ ഹിറ്റ് കോംബോ ആസ് അംബാൻ. രണ്ടുപേരെ പറ്റി കുറച്ചധികം പറയാനുണ്ട്, അത് ലാസ്റ്റ് പറയാം. സ്റ്റോറി, ഒരു റീയൂണിയൻ സ്പൂഫിൽ നമുക്കറിയാം കൊലപാതകമോ ത്രില്ലറോ ഇൻവെസ്റ്റിഗേഷനോ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എന്നാലും മിസ്റ്റർ OP എന്നടാ പണി വെച്ചിരിക്ക, താങ്ക മുടിയല്ലേ? കട്ട സസ്പെൻസ് എന്ന് പറഞ്ഞാൽ കട്ട സസ്പെൻസ്. റീയൂണിയൻ സ്പൂഫിൽ നടക്കാൻ പോകുന്നത് റീയൂണിയൻ. തെങ്കടൻ അംബാനെയും കൂട്ടി കോളേജ് വരുന്നു, ഡിപ്പാർട്ട്മെന്റ് കാണുന്നു. ഡിപ്പാർട്ട്മെന്റ് കോമഡീസ് എന്ന് പറഞ്ഞാൽ മലം കൾട്ട് എന്ന് പറഞ്ഞാൽ വെറും മലം കൾട്ട്. 10 ലാബിൽ നിന്ന് പുക വരുന്നു, ബയോകെമിൽ യൂറിൻ സൂക്ഷിച്ചു വെക്കണം, ICHലെ ബീറ്റ്റൂട്ട്, എജാതി ക്ലീശ സാധനങ്ങൾ. യവന്മാര് തന്നെ പല പ്രാവശ്യം അടിച്ചിറക്കി വിട്ട സാധനങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ LHന്റെ ഫ്രണ്ടിൽ വരുമ്പോ കളങ്കാവലിലെ നിലക്കായൽ സോങ് ഒക്കെ ഇട്ട് ഫിഫിയുടെ റൊമാൻറ്റിക് എക്സ്പ്രഷൻ. സംഭവം 10-20 മിനിറ്റ് ഉള്ളെങ്കിലും ഇടയ്ക്കൊരു ഇന്റർവ്യൂ കിട്ടണമെന്ന് വെറുതെ ഞാൻ ആശിച്ചുപോയി. കഴിയുമ്പോഴത്തേക്കും ദാ വരുന്നു ദൈവത്തിന്റെ എൻട്രി, ദൈവം ആസ് മെമ്മൂട്ടി. അതായിരിക്കുമെന്ന് എക്സ്പെക്റ്റഡ് ആണ്. എന്നാലും നമ്മുടെ മമ്മൂക്കായ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പോറ്റി പോലത്തെ ഒരു ക്യാരക്ടർ എജാതി കോമഡി പീസിനെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസ് വേണ്ടേ? ആ ചിക്കൻ കഴിഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ ചാത്തൻ എക്സ്പ്രഷൻ, സഫറിങ് അൺബെയറബിൾ സഫറിങ്. സുജയ് ആസ് ജോർജ് സാർ. സുജയ് നമുക്കറിയാം മുമ്പത്തെ സ്പൂഫിലൊക്കെ ഒരു കൺസിസ്റ്റന്റ് പെർഫോമർ ആണ്. അറ്റയർ കോസ്റ്റ്യൂം വൈസ് പക്ക അടിപൊളിയായിരുന്നു. പക്ഷെ ഡയലോഗ് ഡെലിവറി മഹാമോശം. എന്നാലും കൂടെ അഭിനയിച്ച കാട്ടപരാധങ്ങളെ വെച്ച് നോക്കുമ്പോ ഫാർ ബെറ്റർ. അപ്പൊ അങ്ങനെ സുജയും രംഗണ്ണനും അംബാനും ഒക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോ പിന്നെ വരുന്നു മെയിൻ ഇമ്പാക്ട് സീൻ. പ്രൊമോ വീഡിയോയിൽ കണ്ട എല്ലാവരെയും ഞെട്ടിച്ച ആ ക്യാരക്ടർ റിവീൽ. എമിനിമാൻ അർഷദ് ആസ് മനവാലൻ. എന്തൊക്കെയാണ് അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? ചുമ്മാ ഷോൾഡറും ചെസ്റ്റും ഇട്ട് കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സലിംകുമാർ ആകാന്ന് ആരാണ് അയാൾക്ക് പറഞ്ഞു കൊടുത്തത്? ഇവനൊക്കെ ആരാണ് കാസ്റ്റ് ചെയ്യുന്നത്? ആരാണ് ഇത് കാസ്റ്റിംഗ് ഡയറക്ടർ? അതവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ പാട്ടും വഴി ഡാൻസും കളിച്ച് നടക്കുന്നവനൊക്കെ പിടിച്ച് ഇത്ര എപ്പിക് കോമഡി റോൾ കൊടുക്കുന്നവരോടൊക്കെ എന്ത് പറയാൻ? ജയകൃഷ്ണൻ അവരുടെ ബാച്ചിലെ മെയിൻ ആളാണെന്ന് തോന്നുന്നു. റീയൂണിയൻ കോർഡിനേറ്റർ എന്തോ മറ്റോ ആണ്. അയാളെ മുമ്പ് അധികം സ്പൂഫിൽ ഞാൻ കണ്ടിട്ടില്ല. ആള് വേറെ ക്യാരക്ടർ ഒന്നുമല്ല, സെൽഫാണ് ചെയ്യുന്നത്. എന്തോ ക്രാഷ് കോഴ്സ് പഠിച്ച ജെമിനി JK. ആ സ്പൂഫിൽ തന്നെ വരണ പോലെ മൊത്തത്തിൽ അപലക്ഷണം പിടിച്ച ഒരു അപ്പിയറൻസും പെർഫോമൻസും. ചിലപ്പോ ജന്മന അങ്ങനെ തന്നെ ആയിരിക്കും, അറിയില്ല. എന്തായാലും അയാളെ വിട്ടാക്കാം. ഷബീബ് മൂസാക്ക എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട് ഇതില്. നമുക്കറിയാം ഒരു ബ്രാൻഡഡ് സ്റ്റാർ ഇത്തരം സ്പൂഫുകളിലേക്ക് വരുമ്പോൾ അവരുടെ എൻട്രിക്ക് കൊടുക്കേണ്ട ഒരു ബിൽഡപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ഈ സ്ക്രിപ്റ്റ് ജസ്റ്റിഫൈ ആയെന്ന് എനിക്ക് പറയാൻ പറ്റും. മൂസയുടെ എൻട്രി പറയുന്ന ഡയലോഗ്, പിന്നെ വരുന്ന CID മൂസ പാരഡി സോങ്, അതെല്ലാം വൈബായിരുന്നു. പക്ഷെ മൂസ സ്റ്റേജിൽ വന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? വാ ഫുഡ് ഉണ്ടാക്കാന്ന് പറയുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഫുഡ് ഉണ്ടാക്കാൻ കുറെ വീഡിയോസ്, അത് കഴിഞ്ഞിട്ട് വന്ന് പറയുന്നു ഫുഡ് റെഡിയായി വാ കഴിക്കാം. പിന്നെ വന്ന് പറയുന്നു ആ ഫുഡ് ഉഷാറായില്ലേ എന്നാ വാ പോവാം. മൂസാക്ക പോയി. ഇത് ചുമ്മാ ഇത്ര മാർക്കറ്റ് വാല്യുള്ള ഒരു സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് പക്ക കോമാളി വേഷം കെട്ടിച്ച്. മൂസാക്ക എനിക്കിപ്പോഴും മനസ്സിലാവണില്ല, നിങ്ങൾ എന്തിനാണ് ഇത്ര അപരാധങ്ങളെ കൊണ്ട് തല വെച്ച് കൊടുക്കുന്നത്? സ്പൂഫിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ആദ്യമായിട്ട് കുറച്ച് ലേഡീസ് സ്പൂഫിൽ വേഷം വിട്ടു എന്നുള്ളതാണ്. ചെറിയ റോളാണെങ്കിലും അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ചിക്കു, കുറച്ച് സീൻസ് ആൻഡ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട് ചിക്കുവിന്, അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. L28 comeback spoof. The lead heroes
Fifi as Ranganan and Nannu as Amban. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഫിലിപ്പിനൊന്നും വയ്യെന്ന് പറഞ്ഞാൽ വയ്യ. സ്റ്റേജിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നടന്നാൽ പോലും കിതക്കെയാണ് പാവം. പ്രീ റെക്കോർഡിംഗ് ആയതുകൊണ്ട് കുറച്ചൊക്കെ രക്ഷപ്പെട്ട്. ആവശ്യത്തിലെ ഫാഫയുടെ ഫിസിക്കും ഈ തടിയൻ ഫീഫിയുടെ ഫിസിക്കും കമ്പയർ ചെയ്യാൻ പറ്റുമോ? വെരി പുവർ കാസ്റ്റിംഗ്. പണ്ടത്തെ മെയിൻ ആയിരുന്നു കുഴി രേജയായിരുന്നു എന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ ത്രൂ ഔട്ട് റോൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാമ്പസിൽ കുറെ പശുക്കളുണ്ടല്ലോ, ഒരു പശുവായിട്ട് സൈഡിൽ കൊണ്ടേ നിർത്തി ത്രൂ ഔട്ട് ഇങ്ങനെ കുനിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. അപ്പൊ ഇതിൽ ഇമ്പാക്ട് ഉണ്ടായേനെ. ഇത് ചുമ്മാ. നവനീത് വർഷങ്ങളായിട്ട് സ്പൂഫിൽ സ്ത്രീ കഥാപാത്രമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മുതൽ ഇവിടെ കൊടുത്തിരിക്കുന്ന റോളോ വെൽ ബെറ്റ് റഫ് ലുക്കിംഗ് വില്ലനസ് അപ്പിയറൻസ് ഉള്ള അമ്പാൻ. പെർഫോമൻസ് കണ്ടിട്ട് ഇത് അമ്പാനാണോ അതോ ഏതോ ടീഷർട്ട് ഇട്ട ഏതെങ്കിലും അംബികയാണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നി. അങ്ങനെ കുഴി യുഗം BP, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, എജ്ജാതി അസുഖങ്ങളൊക്കെയുള്ള കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന, രാത്രിയിൽ ഉറക്കക്കുറവൊക്കെ അലട്ടുന്ന 80-90s കിഡ്സിന് വൺ ടൈം വാച്ചബിൾ എന്ന് വേണേൽ പറയാം. ജെൻസി ജനാൽഫി ഒന്നും ഈ വഴിക്ക് അടുക്കേണ്ട കാര്യം പോലും ഇല്ല. പിന്നെ ഇവരുടെ വാച്ച് ആയതുകൊണ്ട് അടുത്ത റീയൂണിയൻ ഒരു 10-15 കൊല്ലം കഴിഞ്ഞേ കാണുമെന്ന് വിചാരിക്കാം. അപ്പോഴേക്കും ഈ ഫിഫിയെ പോലുള്ള ടീമൊക്കെ എന്തായാലും കിടപ്പിലാവും. അതുകൊണ്ട് ഇങ്ങനൊരു അപരാധം ഇനി ഒരിക്കൽ കൂടി കാണേണ്ട വരത്തില്ലെന്ന് വിചാരിക്കാം. താങ്ക് യു. ഇനി അറുമുഖനുടെ കാലം നട തെരുവിളക്കണ പൊടി പൊടിക്കണ കളവ കുങ്കുമ തീമില മക്കള ശരവണ